അതേപോലെ താൽക്കാലിക VC ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗം ബന്ധപ്പെട്ടുകൊണ്ട് താൽക്കാലിക VC നിയോഗിച്ച താൽക്കാലിക VC എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ താൽക്കാലിക VCമാരൊക്കെ കൃത്യമായിട്ട് ചട്ടങ്ങളും നിയമങ്ങളും വായിച്ചു പഠിക്കാണ്ട് ഓരോന്നിരുന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരൊക്കെ തന്നെ കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് അക്കാദമിക് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സർവകലാശാല കമ്മ്യൂണിറ്റിയെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കൊക്കെ വിവാദങ്ങളിൽ അഭിരമിക്കാനാണ് താല്പര്യം എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നതായിട്ടുള്ള കാര്യം. ഇതൊക്കെ എഴുതി വയ്ക്കപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട്, വ്യവസ്ഥാപിതമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ പരിധിക്കകത്തു നിന്നുകൊണ്ട് വേണം എല്ലാവരും പ്രവർത്തിക്കാൻ, വ്യവസ്ഥാപിത മാർഗങ്ങളിലൂടെ വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ യാതൊരു വിധത്തിലുള്ള കോൺട്രഡിക്ഷനും അവിടെ ഉണ്ടാകേണ്ടതായ കാര്യമില്ല. തങ്ങളുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. പക്ഷേ പലപ്പോഴും മുൻ സന്ദർഭങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങളുടെ കുറ്റം ചില സന്ദർഭങ്ങളിലൊക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയിൽ ആരോപിക്കാൻ ഇവരൊക്കെ മുതിർന്നല്ലോ. പക്ഷേ കോടതികളെല്ലാം തന്നെ അസന്നിഗ്ധമായിട്ട് ആ കാര്യങ്ങളിൽ എൻ്റെ ഭാഗത്തല്ല തെറ്റ് എന്ന് പറയുകയുണ്ടായി. ഇവിടെ നിരന്തരം നമ്മുടെ ക്യാമ്പസുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടപെടലുകൾ നടക്കുന്നു. അത് ഒരു കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണ് എന്ന് നന്നായി തിരിച്ചറിഞ്ഞു പോകണം എന്ന് തന്നെ അത് ഉറക്കെ പറയേണ്ട കാലമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.